ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സന്ധ്യയെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്ന അർച്ചനയും സച്ചിയും സന്ദീപിനെയുമാണ്. അതേസമയം അവന്തികയും കുറച്ച് ഗുണ്ടകളും പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. മേഡം, ഇപ്പോൾ ആ വീട്ടിൽ നിന്നും രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഇറങ്ങി വന്നെന്നും ഒരാളുടെ കയ്യിൽ ബാഗ് ഉണ്ടെന്നും അറ്റാക്ക് ചെയ്യട്ടെ എന്നും ഗുണ്ടകൾ ഒരാൾ വിളിച്ച് അവന്തികയോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ വേണ്ടെന്നും ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്നും പറഞ്ഞ് അവന്തിക കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ സച്ചി അവരെയും കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിക്ക് അവന്തികയുടെ രണ്ട് ഗുണ്ടകൾ അവരെ ശല്യം ചെയ്യുകയാണ്. തുടർന്ന് കുറച്ചു ദൂരം മുന്നിട്ടതിന് ശേഷം ആളനക്കമില്ലാത്ത ഒരു റോഡിൽ കൊണ്ട് അവരുടെ കാറിന് വട്ടം വെക്കുകയാണ് ഗുണ്ടകള്. തുടർന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സച്ചിയും സന്ദീപും. എന്താണ് നിനക്ക് വേണ്ടതെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ആ കാറിലിരിക്കുന്ന അവളെ എനിക്ക് വേണമെന്ന് ഒരു ഗുണ്ട പറയുന്നു. തുടർന്ന് സച്ചിയും സന്ദീപും ചേർന്ന് ആ ഗുണ്ടകളെ തല്ലിച്ചതയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് സച്ചിയും സന്ദീപും ചേർന്ന് ആ വന്ന രണ്ടുപേരെയും അടിച്ച് അവശരാക്കുമ്പോഴാണ് കുറെ ഗുണ്ടകൾ പിന്നെയും വരുന്നത്. ഇത് കണ്ട് അവന്തിക സന്തോഷിക്കുന്നുണ്ടെങ്കിലും അവന്തികയുടെ സന്തോഷം മായുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാവരെയും അടിച്ച് താഴെയിടുകയാണ് സച്ചിയും സന്ദീപും. തുടർന്ന് ഗുണ്ടകൾ ഒരാള് പെട്ടെന്ന് തന്നെ കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയും കാറിന്റെ ഡോർ തുറന്ന് സന്ധ്യയെ പിടിച്ച് പുറത്തേക്കിടുകയും ചെയ്യുന്നു. അയാള് സന്ധ്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അർച്ചന പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു തടിക്കഷ്ണം വെച്ച് അയാളെ പൊതിരെ തല്ലുകയുമാണ്. അങ്ങനെ ഗുണ്ടകളെല്ലാം മരണഭയത്തോടെ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് അവന്തിക. ഇതെന്താണെങ്കിലും അവന്തികയുടെ ആൾക്കാർ തന്നെയാണെന്ന് ഉറപ്പാണെന്നും സന്ധ്യയെ പിടിച്ചുകൊണ്ടുപോയി നാളത്തെ ഈ വിവാഹം മുടക്കാൻ തന്നെയായിരിക്കും അവർ പ്ലാൻ ചെയ്തതെന്നും അർച്ചന പറയുന്നു. ഇങ്ങോട്ട് വരട്ടെ, അവർക്കെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. സന്ദീപേ വാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എല്ലാവരെയും കൂട്ടി കാറിലേക്ക് കയറുകയാണ്. നേരം പുലർച്ചെയായിരിക്കുന്നു. ഇന്നാണ് നന്ദന്റെയും സന്ധ്യയുടെയും വിവാഹം. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ടെങ്കിലും പേടിയോടെ ചുറ്റും നോക്കുകയായിരുന്നു അർച്ചന. താൻ എന്താടോ ഇങ്ങനെ നോക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അർച്ചന പറയുന്നു. എന്നാലും അവന്തിക അടങ്ങിയിരിക്കില്ലെന്നും എന്തെങ്കിലും ചെയ്യുമെന്നും അർച്ചനയ്ക്ക് ഉറപ്പായിരുന്നു. അതേസമയം മുഹൂർത്തമാകാനായെന്നും പെട്ടെന്ന് അകത്തേക്ക് വരാനും പറഞ്ഞുകൊണ്ട് സന്ദീപ് പുറത്തേക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ ഇനി അവരൊന്നും വന്ന് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന് സച്ചി ഉറപ്പ് നൽകുകയാണ്. തുടർന്ന് സന്ധ്യയുടെ കൈ പിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് നന്ദൻ. തുടർന്ന് ക്ഷേത്രനടയിൽ നിൽക്കുമ്പോഴും അർച്ചനയ്ക്ക് താൻ കണ്ട സ്വപ്നം തന്നെ മനസ്സിൽ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഓരോ കാര്യങ്ങളും അവന്തികയെ അപ്പപ്പോ തന്നെ അറിയിക്കാനായി മൂർത്തി ക്ഷേത്രത്തിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായി മൂർത്തി, അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്ന് അവന്തിക ചോദിക്കുമ്പോൾ മേഡത്തിന് ഞാൻ ലൈവായി തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കോൾ ചെയ്യുകയാണ് മൂർത്തി. എന്റെ ഭർത്താവിനെയും കിട്ടി സുഖമായി വാഴാൻ എന്താണെങ്കിലും ഞാൻ അവളെ സമ്മതിക്കില്ല. ഇന്ന് തന്നെ ഞാൻ അവളെ തീർത്തിരിക്കുമെന്ന് അവന്തിക മനസ്സിൽ പറയുന്നു. അങ്ങനെ മുഹൂർത്തമാവുകയാണ്. സന്ധ്യയുടെ കഴുത്തിൽ താലി ചേർത്തുന്ന നന്ദനെയാണ് കാണിക്കുന്നത്. ആ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. അങ്ങനെ അവർ പരസ്പരം ഹാരങ്ങൾ കൂടി ചാർത്തുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ സ്റ്റിയറിംഗിൽ തന്റെ കൈകൊണ്ട് ആഞ്ഞടിക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.